ഗണപതയേ നമഃ. ഹര ഹരോ ഹര 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 മഹാദേവ ഹര ഹരോ ഹര ഹര. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയുന്നാട്, മുരുകന്റെ പുകൾ പാട്, വള്ളിനാഥൻ വരും കാരുണ്യത്തിൻ പഞ്ചാമൃതത്തേര്. തന്നന്നന്താദിന തന്നന്നന്നാദിന തന്നന്നന്നാദിന തന്നാനേ, തന്നന്നന്നാദിന 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 തന്നാനേ. ഹര ഹരോ ഹര ഹര വള്ളിമണാള ഹര ഹരോ ഹര ഹര. ഇന്ന് നമുക്ക് ഷഡാനന അവതാരമാണ് പറയാനുള്ളത്. സ്കന്ദപുരാണത്തിലെ നമ്മുടെ ഹിന്ദു ധർമ്മത്തിലേക്ക് വരുമ്പോൾ, സനാതന ധർമ്മത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ദൈവങ്ങളുണ്ടല്ലേ. അപ്പോൾ ഓരോരുത്തർ പറയും ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒറ്റ ദൈവത്തിനെ അല്ല ആരാധിക്കുന്നതെന്ന്. പക്ഷെ അതൊരു ഗുണമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിൽ വസുദൈവ കുടുംബകം എന്നാണല്ലോ പറയുന്നത്. നമ്മളെല്ലാം ഒരേ കുടുംബത്തിൽ പെട്ടവരാണ്. അപ്പോൾ ഓരോ ദൈവങ്ങളും, ഇപ്പോൾ ഗണപതി ഉണ്ട്, മുരുകനുണ്ട്, ശാസ്താവുണ്ട്, ശിവനുണ്ട്, അങ്ങനെ ശിവഭഗവാനുണ്ട്, പാർവതി ദേവിയുണ്ട്, വിഷ്ണു ഭഗവാനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, രാധാറാണിയുണ്ട്, ദേവിമാരുണ്ട്, അങ്ങനെ ഒരുപാട് ഇത് ഇങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നല്ല ഒരു കണക്കിന് അത് ആ ഭക്തി എന്ന് പറയുന്നത് കുറച്ച് നല്ല ബെറ്ററാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ബോറടിക്കില്ല. മനസ്സിലായി? നമുക്ക് ബോറടിക്കില്ല. നമുക്ക് എത്ര വേണോ ആ ഭക്തിയിൽ മുഴുകാൻ സാധിക്കും. ഒറ്റ ദൈവത്തിന് നമ്മൾ വളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല, ഒന്ന് തീരുമ്പോഴേക്കും അടുത്തത് നമുക്ക് ഉണ്ടാവും. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പുസ്തകങ്ങൾ തന്നെ ഒരുപാട് വായിക്കാനുണ്ടാവും. ഇപ്പം ഗണപതി പുരാണം വായിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്തത് ഉടനെ നമുക്ക് സ്കന്ദപുരാണം വായിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ശിവപുരാണം വായിക്കാം. അത് കഴിഞ്ഞ് ദേവി മഹാത്മ്യം വായിക്കാം. അപ്പം അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും. അതാണ് നമ്മുടെ സനാതന ധർമ്മം, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് അനന്തമാണ്, അതിന് അന്ത്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ഹിന്ദു ഇതിൽ എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു ജാതിയല്ല എന്നൊക്കെ പറയുന്ന കാര്യം അതുകൊണ്ടാണ്. അതൊരു സംസ്കാരമാണ്, അതൊരു ധർമ്മമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പം അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ആ കറക്റ്റായിട്ട് എത്തേണ്ട ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്ക് ഒരുപാട് പടികൾ കടന്നിങ്ങനെ വരാം. അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണായികും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. അങ്ങനെ നമുക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്. അപ്പം ഇതിലെല്ലാം നമ്മൾ പടിപ്പടിയായിട്ട് ഇങ്ങനെ പോയി നമുക്ക് അവസാനം ആ പരബ്രഹ്മത്തിലേക്ക്, അല്ലെങ്കിൽ ആ പരമാത്മാവിലേക്ക്, ആ പരമശിവനിലേക്ക്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പം അതാണ് ആ സനാതന ധർമ്മം, അല്ലെങ്കിൽ ആ ഹിന്ദു മതം എന്ന് പറയുന്നത്. അതിന് അത്രയും പ്രാധാന്യമുണ്ട്. എല്ലാ മതങ്ങളെ പോലെ തന്നെയും പ്രാധാന്യമുള്ളൊരു മതമാണ് ഹിന്ദു മതം. അപ്പോൾ ഈ ഹിന്ദു മതത്തിൽ നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു മുഷിച്ചിലുണ്ടാവില്ല. നമുക്ക് ആ ഒന്ന് തീരുമ്പോൾ അടുത്ത് നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ആ കറക്റ്റ് ആ ട്രാക്കിൽ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റും. നമ്മൾ ഇടയ്ക്ക് വെച്ചെങ്ങും സ്റ്റോപ്പ് ആവത്തില്ല. നമ്മൾ വ്യതിചലിക്കാനായിട്ട് അല്ലെങ്കിൽ വഴിതെറ്റാനായിട്ട് ശ്രമിക്കില്ല. മനസ്സിലായോ? നമുക്ക് ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നമുക്ക് ബോറടിക്കത്തുമില്ല. നമുക്ക് എല്ലാ ലോകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്, എല്ലാ അടുത്തും എത്താൻ കഴിയും, എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരുപാട് പടിപ്പടിയായിട്ട് നമുക്ക് ഓരോ ഗ്രന്ഥങ്ങൾ വായിച്ച് ഇങ്ങനെ നമുക്ക് ആ ഒരു ആത്മീയതയിൽ ഇങ്ങനെ പോവാൻ കഴിയും. അതാണ് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു മതമല്ല, ഒരു ഇതല്ല എന്ന് പറയുന്നത്, ഒരു സംസ്കാരമാണ്, അതൊരു ധർമ്മമാണ്, അത് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു ഇതാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദൈവങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. അത് ഓരോരുത്തരുടെയും ഓരോ തത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പടിപ്പടിയായിട്ട് മുന്നേറാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുമതത്തിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഹരഹര മഹാദേവ്. അതുപോലെ തന്നെ ചിലർ തർക്കങ്ങളൊക്കെ ഇപ്പം എന്താ പറയുക, ഭൂമിയിൽ ഒരുപാട് തർക്കങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. മഹാദേവൻ ഭക്തര് ശ്രീകൃഷ്ണ ഭക്തരെ എതിർക്കുന്നു, ശ്രീകൃഷ്ണ ഭക്തര് മഹാദേവ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും മഹാദേവനെയും ശ്രീകൃഷ്ണനെയും തമ്മിൽ തെറ്റിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അവരുടെ ലോകങ്ങളിൽ എല്ലാവരും ഒരുമിച്ചാണ്, അവരെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ചില ഭൂമിയിലേക്ക് വരുമ്പോൾ ചില മനുഷ്യർക്കിടയിലാണ് ഈ ദൈവങ്ങളെ തമ്മിൽ വേർതിരിവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷെ അവിടെ ആ ലോകത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്.
മനസ്സിലായോ? അവിടെ ഒരിക്കലും നമുക്ക് മഹാദേവനെയോ മാധവനെയോ തമ്മിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയോ തമ്മിൽ തെറ്റിക്കാൻ സാധിക്കുന്നതല്ല. അവരെപ്പോഴും ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ദേവിമാരായാലും ഭഗവാനായാലും എല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്താ പറയാ, ഇതൊക്കെ കേവലമായിട്ടുള്ള മനുഷ്യരുടെ വെറും കേവല ചിന്തകളാണ്. ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, മഹാദേവനെയും മാധവനെയും, അതായത് കൃഷ്ണനെയും ശ്രീകൃഷ്ണനെയും മഹാദേവനെയും വെവ്വേറെ തിരിച്ച് കാണരുത്. അങ്ങനെ തിരിച്ച് കാണുന്നവര് പോലും ഏതോ ഒരു നരകത്തിൽ കിടക്കുമെന്നാണ് പറയുന്നത്. കാരണം രണ്ടല്ല, ഒന്നാണ്, ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള സത്യം, ആ ഒന്നാണെന്നുള്ള ഇത് മനസ്സിലാക്കുക. അവരുടെ കർമ്മങ്ങൾക്ക് വേറെ പർപ്പസ്, ധർമ്മം വേറെ ആണെന്നുള്ളതേ ഉള്ളൂ, കർമ്മം വേറെയാണെന്നുള്ളത്, പക്ഷെ രണ്ടും ഒന്നാണ്, അത് തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തർക്കിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതെന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. നമുക്ക് എന്താ പറയാ, ഹിന്ദുമതത്തിലെ നമുക്ക് ചെണ്ടമേളങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഇതില് ചില മനുഷ്യരാണ് എന്താ പറയാ, ചില മനുഷ്യരുടെ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ ചില മനുഷ്യരുടെ പ്രവർത്തികൾ കൊണ്ടാണ് നല്ലവരായിട്ടുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഹാപ്പിനെസ് തരുന്ന അല്ലെങ്കിൽ വളരെയധികം നമുക്ക് ബോറടിക്കാത്ത ഒരു ഇതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. നമുക്കൊട്ടും ബോറടിക്കില്ല. കാരണം ഒരു ദൈവം ഉണ്ട്, ആ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത പുസ്തകം നമുക്ക് വായിക്കാം. അങ്ങനെ നമുക്ക് പടിപ്പടിയായിട്ട് ഉയരാൻ കഴിയും. മനസ്സിലായോ? എങ്ങും നമുക്ക് സ്റ്റോപ്പ് ആവേണ്ടി വരത്തില്ല. നമുക്ക് എങ്ങോട്ടും വ്യതിചലിക്കാനും തോന്നത്തില്ല. നമുക്ക് ആ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ ആ ട്രാക്കിൽ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടേയിരിക്കാം. അത് അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ഒരു ബോറടിയും ഉണ്ടാവത്തില്ല. നമുക്ക് എന്താ പറയാ, പല വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം, വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കാൻ സാധിക്കും. അതാണ് ആ ഒരു ഹിന്ദുധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മത്തിന്റെ. അതാണ് ഒരു സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു എന്താ ധർമ്മമാണ്, ധാർമ്മിക പാതയാണ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ അതെല്ലാരും മനസ്സിലാക്കുക. അപ്പൊ ഏത് മതം എടുത്തു കഴിഞ്ഞാൽ ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്, അതിൻ്റെതായിട്ടുള്ള എന്താ പറയാ, ആ ഒരു അംഗീകാരം കൊടുക്കേണ്ടത് തന്നെയാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു മഹത്വം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അതെല്ലാരും മനസ്സിലാക്കാന്നുള്ളത്. അതുകൊണ്ട് പരസ്പരം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക, സഹകരിക്കുക, സമാധാനവും സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ ഒന്നിലും വേർതിരിവ് കാണാതിരിക്കുക, എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കുക. അങ്ങനെ ഒരു നല്ല മനസ്സുള്ള നന്മയുള്ള ഒരു ലോകം ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇന്നത്തെ ഇത് വായിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കന്ദപുരാണത്തിലെ ഷഡാനന അവതാരം എന്നുള്ള ഭാഗമാണ്. അപ്പൊ അത് ഞാൻ ശ്രദ്ധാപൂർവം വായിക്കാം, നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാൻ അങ്ങനെ ക്ലാസ് ഒന്നും എടുത്തു കൊടുത്ത് പരിചയമുള്ള ആളൊന്നുമല്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കുകയാണ്. ഹരഹരോ ഹരഹര, ഷഡാനൻ അവതാരമാണ് വായിക്കാനുള്ളത്. ശൂരപത്മാസുരന്റെ പിടിയിൽ നിന്ന് ത്രിലോകങ്ങളെ മോചിപ്പിക്കുന്നതിന് ശിവപാർവതിമാർക്കൊരു കുമാരൻ ജനിക്കേണ്ടതുണ്ട്. ശിവപാർവതി പരിണയം നടന്നിട്ട് വളരെ കാലം കഴിഞ്ഞിട്ടും ഭഗവാന്റെ മൗനനിഷ്ഠയ്ക്ക് മാറ്റം ഉണ്ടായില്ല. ഇത് ദേവന്മാരിലും മഹർഷിമാരിലും അത്ഭുതവും അമ്പരപ്പും ഉളവാക്കി. ശ്രീ പാർവതീദേവിയെ ഭഗവാൻ ജീവിത സഖിയായി സ്വീകരിച്ചു കഴിയുന്നതോടെ ഭഗവാന്റെ വ്രതനിഷ്ഠയ്ക്ക് ഭംഗം സംഭവിക്കുമെന്നും കുമാരസംഭവം സാക്ഷാത്കരിക്കപ്പെടണമെന്നും വിശ്വസിച്ച് സമാധാനത്തോടും പ്രതീക്ഷയോടെയും കഴിഞ്ഞിരുന്ന ദേവാദികൾക്ക് ഇച്ഛാഭംഗം ഉണ്ടായി. ശിവശക്തിമാരുടെ കുമാരന് മാത്രമേ ശൂരപത്മാസുരാദി അസുരന്മാരുടെ അന്ത്യം കുറിക്കാൻ കഴിയൂ എന്നാണല്ലോ. എന്നാൽ നിത്യദുരിതത്തിന് വിധേയരായി കഴിഞ്ഞു പോരുന്ന തങ്ങൾക്ക് സാന്ത്വനമരുളേണ്ടുന്ന ചന്ദ്രകലാധരൻ ഒന്നും അറിയാത്തവനെ പോലെ തപസ്സനുഷ്ഠിച്ചു കഴിയുന്നു. എന്താണ് ഇങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും ദേവന്മാർക്ക് മനസ്സിലായില്ല. പാർവതീ പരിണയത്തിനു ശേഷവും ഭഗവാൻ മൗനനിഷ്ഠ തുടർന്നു പോരുന്നതിന്റെ കാരണം എന്താവാം? വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും ഇന്ദ്രാദികളും തല പുകഞ്ഞ് ആലോചിച്ചിട്ടും അവർക്കൊരു ഉത്തരവും തോന്നിയില്ല. മഹാമേരു പർവ്വതത്തിൽ കൂടിയിരുന്ന് അവർ ഈ വിഷയം ചർച്ച ചെയ്തു. പ്രതിസന്ധികൾ അധികം നേരിട്ട് പരിചയിച്ചിട്ടില്ലാത്തവരാണ് ദേവന്മാർ. സുഖിമാന്മാരാണവർ. ദുഃഖവും ദുരിതവും പേടി സ്വപ്നമാണവർക്ക്. സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയുമ്പോൾ അറിയാതെ ചെയ്യുന്ന ദൈവനിന്ദയ്ക്കും ദുഷ്കർമ്മങ്ങൾക്കും പകരം തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ മറന്നുപോകും. ഇപ്പോൾ അനുഭവിക്കുന്ന അടിമത്വവും ദുരിതവും കർമ്മഫലങ്ങൾ തന്നെ. എങ്കിലും തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും പ്രതിവിധിക്കായി ആവത് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇനിയും പ്രപഞ്ചനാഥനായ ഭഗവാൻ ഉറക്കം നടിക്കുന്നത് എന്തെന്ന് അവർ വേവലാതിപ്പെട്ടു.
പാപഭാരം കുറയുമ്പോൾ കർമ്മഫലങ്ങൾ അകന്ന് സമാധാനം കൈവരേണ്ടതാണ്. എന്നാൽ തങ്ങളുടെ കാര്യത്തിൽ അത് സാധ്യമാകാതെയാണ് ഇരിക്കുന്നത്. തങ്ങൾ ഇനിയും ഭഗവത് പ്രീതി കൈവരുത്തേണ്ടത് ഉണ്ടെന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ സർവേശ്വര പ്രീതി നേടേണ്ടത് എപ്രകാരമാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇക്കാര്യത്തിൽ ഓരോരുത്തർക്കും വെവ്വേറെ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ദേവന്മാർ വളരെയധികം ബുദ്ധിമുട്ടുകയാണല്ലേ. ആ ശൂര പത്മാസുരൻ എന്ന് പറയുന്ന ദുഷ്ടനായ അസുരനെ കാരണം ഈ ദേവന്മാരെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഈ ദേവന്മാര് ഇങ്ങനെ ചിന്തിക്കുകയാണ്, പാർവതി ദേവിയും പരമശിവനും തമ്മിലുള്ള ആ ഒരു സംയോഗം നടന്നാൽ മാത്രമേ അവിടെ ശ്രീമുരുകൻ ജനിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പറയുന്ന ദേവന്മാരെയെല്ലാം ആ ഭഗവാന്, ആ ശ്രീമുരുക ഭഗവാനെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ആ ശൂര പത്മാസുരനെ വധിച്ചുകൊണ്ട് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ശിവപാർവതിമാർ തമ്മിലുള്ള പരിണയം നടന്നുവെങ്കിലും അങ്ങനെ ഒരു പുത്ര ഇത് ഉണ്ടാവുന്നില്ല. അപ്പോ അതിൽ ഈ ദേവന്മാർക്കെല്ലാം വളരെയധികം വിഷമമാവുകയാണ്. അങ്ങനെ ഈ ദേവന്മാർ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് പക്ഷെ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് ഭഗവാനോട് ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ധ്യാനം, അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ തപസ്സിൽ മുഴുകേണ്ടതെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലേ, അവര് സുഖലോലുപതയിൽ കഴിയുന്നവരാണ്. അവര് ആ സുഖലോലുപതയുടെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ തിക്തഫലങ്ങളായിട്ടാണ് ദേവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ ദേവന്മാരുടെ ദേവസേനാപതിയായിട്ട് വരുന്നതും ആരാണ്? ശ്രീമുരുക ഭഗവാനാണ്. അപ്പം ആ ശ്രീമുരുക ഭഗവാന് മാത്രമേ ഈ ദേവന്മാരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ശൂര പത്മാസുരൻ എന്ന് പറയുന്ന ദുഷ്ടനായ അസുരനെ വധിക്കണമെങ്കിൽ അത്രയും, അതായത് ഭഗവാന്റെയും ഭഗവതിയുടെയും, അതായത് ശിവന്റെയും പാർവതിയുടെയും പുത്രന് മാത്രമേ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വരം ഈ ശൂര പത്മാസുരൻ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീമുരുകന്റെ ജന്മം സംഭവിക്കുക എന്നുള്ളത് ഈ ദേവന്മാരുടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവന്മാരിങ്ങനെ ചിന്തിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ള കാര്യം ദേവന്മാരിങ്ങനെ ആലോചിക്കുകയാണ്. മഹാമേരു പർവ്വതത്തിലെ ദേവസമ്മേളനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ബ്രഹ്മദേവൻ ഇപ്രകാരം പറഞ്ഞു: ഇഷ്ടവരദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ. എന്നാൽ അത് ദുഷ്ടന്മാർക്ക് ലഭിക്കുമ്പോൾ ത്രിലോകങ്ങളും അതിന്റെ ദുരിതം അനുഭവിക്കാൻ വിധിക്കപ്പെടുന്നു. ഇവിടെ ശൂര പത്മാസുരന് വരം നൽകിയ ഭഗവാൻ തന്നെ നമ്മുടെ രക്ഷിതാവായും ഭവിക്കേണ്ടതുണ്ട്. അരയാൽ വൃക്ഷച്ചുവട്ടിൽ ചിന്മുദ്രധാരിയായിരുന്ന ശ്രീ പരമേശ്വരൻ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രീതനായി പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. പാർവതി പരിണയാനന്തരം കുമാരൻ ജനിക്കുമെന്നും അസുരന്മാരെ നിഗ്രഹിച്ച് നമ്മുടെ അടിമത്തം അവസാനിപ്പിക്കുമെന്നും വരം നൽകിയിരുന്നതുമാണ്. എന്നാൽ ഭഗവാൻ പരാശക്തിയായ ദേവിയെ പരിണയം ചെയ്തിട്ട് വർഷങ്ങൾ പലത് കടന്നു പോയിരിക്കുന്നു. ഇപ്പോഴും ഭഗവാൻ യോഗനിദ്രയിലും ദേവി കന്യകയായും തുടരുന്നു. അദ്ദേഹത്തെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തണമെങ്കിൽ നമ്മുടെ ഹൃദയംഗമമായ പ്രാർത്ഥന തന്നെ മാർഗം. എന്നാൽ അതിനു മുമ്പായി ശിവസവിധിയിൽ പോയി ആരെങ്കിലും അവിടുത്തെ ഗതിവിഗതികൾ അറിഞ്ഞു വരേണ്ടതുണ്ട്. ഈ ദൗത്യം നിർവഹിക്കാൻ സർവദാ യോഗ്യൻ വായുദേവനാണെന്നാണ് നമ്മുടെ പക്ഷം. അപ്പോ ദേവന്മാരിങ്ങനെ പറയുകയാണ്, ഇത്രയും വർഷമായി പാർവതി ദേവിയുടെയും പരമശിവന്റെയും വിവാഹം കഴിഞ്ഞിട്ട് എന്നിട്ട് കൂടി അവരെന്ത് ചെയ്യുകയാണ്? ഇപ്പോഴും മഹാദേവൻ ഇങ്ങനെ തപസ്സിൽ മുഴുകിയിരിക്കുകയാണ്. അതുപോലെ പാർവതി ദേവി എന്താ ഇപ്പോഴും കന്യകയായി തന്നെ തുടരുകയാണ്. ധ്യാനവും പൂജകളും ഒക്കെ ആയിട്ട് കന്യകയായി തന്നെ ഇങ്ങനെ തുടരുകയാണ്. ഈ അവസ്ഥ തുടർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ കാർത്തികേയന്റെ അല്ലെങ്കിൽ ശ്രീമുരുകന്റെ ജന്മം ഉണ്ടാവുകയില്ല. അതുണ്ടായില്ലെങ്കിൽ ഈ ശൂര പത്മാസുരൻ വീണ്ടും നമ്മളെല്ലാം ഇതുപോലെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വായുദേവനെ പറഞ്ഞു വിടാമെന്ന് പറയുകയാണ്. അങ്ങനെ വായുദേവനാണ് നമ്മുടെ പക്ഷം. അതുകൊണ്ട് വായുദേവനെ നമുക്ക് പറഞ്ഞു വിടാമെന്നിവിടെ ദേവന്മാര് പറയുകയാണ്. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ട് വായുദേവൻ ഇപ്രകാരം പ്രതിവചിച്ചു: ശാന്തം, പാവം ശ്രീ പരമേശ്വരന്റെ സവിധത്തിൽ എത്തുന്നവർക്ക് ഉടലോടെ മടങ്ങി വരാൻ സാധിക്കുമെന്ന് എന്താണ് ഉറപ്പ്? കാമന് സംഭവിച്ചത് എനിക്കും സംഭവിക്കട്ടെ എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? എന്റെ ശക്തിയും ആവശ്യവും ത്രിലോകവാസികൾക്ക് മതിയായെങ്കിൽ ദേവസവിധത്തിലേക്ക് എന്നെ അയച്ചുകൊള്ളൂ. ഭയസംഭ്രമങ്ങളോടെ വായു ഭഗവാൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ വിരിഞ്ചൻ അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു. ബ്രഹ്മദേവൻ ചില പഴയ കഥകൾ വായു ഭഗവാനെ ഓർമ്മിപ്പിച്ചു. പണ്ട് വായു ഭഗവാനും ആദിശേഷനും തങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായി. തർക്കമൂത്ത് രോക്ഷാകുലനായി തീർന്ന അനിലൻ ആദിശേഷൻ അധീനപ്പെടുത്തിയിരുന്ന മഹാമേരു ശൃംഗങ്ങളെ ചുഴറ്റി പറിച്ചെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു. ഇത്ര ശക്തനായ ഒരാൾ പൊതുനന്മയ്ക്കായുള്ള ഒരു ദൗത്യത്തിൽ അധൈര്യപ്പെടുന്നത് നന്നല്ല. മാത്രവുമല്ല, ശക്തി പരീക്ഷണത്തിന് വേണ്ടിയല്ലോ ഇപ്പോൾ അദ്ദേഹത്തോട് ശിവസന്നിധിയിലേക്ക് പോവാൻ ആവശ്യപ്പെടുന്നത്.
എങ്ങനെയെങ്കിലും കൈലാസത്തിലെത്തി തപോമണ്ഡലത്തിൽ ശിവപാർവതിമാർ എപ്രകാരം ഇരുന്നരുളുന്നു എന്നറിഞ്ഞു വരുന്നതിന് മാത്രമാണ്. ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ടിട്ടും വായു ഭഗവാന് ഒരു കുലുക്കവും ഉണ്ടായില്ല. കൈലാസാദ്രി എന്നും അവിടുത്തെ കാവൽ ദേവനായ നന്ദികേശ്വരൻ എന്നും കേൾക്കുമ്പോൾ തന്നെ താൻ വിറച്ചു പോകുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ മഹാദേവനായ ശ്രീ പരമേശ്വരനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്ര ശക്തനാണെങ്കിലും അങ്ങോട്ടടുക്കാൻ ധൈര്യപ്പെടുകയില്ല. അപ്പോ ബ്രഹ്മദേവൻ ഈ വായുദേവനോട് പറയുകയാണ്, ഈ ഒരു വിവരം ചെന്ന് കൈലാസനാഥനായ ശിവഭഗവാനെ അറിയിക്കാൻ പറയുകയാണ്. പക്ഷെ വായുദേവൻ വളരെയധികം പേടിക്കുകയാണ്. അന്ന് കാമദേവൻ ഉണ്ടായ അനുഭവം അറിയാലോ, അതുപോലെ ഞാൻ പോവുകയാണെങ്കിൽ എനിക്കും ഇതിനപ്പുറമുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയമാണ്, ഞാൻ പോവുകയില്ല എന്ന് തന്നെയുള്ള ഒരു തീരുമാനത്തിലാണ് വായുദേവൻ ഇങ്ങനെ നിൽക്കുന്നത്. വായു ഭഗവാൻ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ ശക്തിയെ വാഴ്ത്തി സംസാരിച്ചു തുടങ്ങി. അപ്പോൾ വായുദേവൻ ഇതിലൊന്നും വഴങ്ങുന്നില്ല എന്ന് കാണുന്ന സമയത്ത് ബ്രഹ്മദേവൻ എന്ത് ചെയ്യുകയാണ്, വായുദേവന്റെ ശക്തിയെക്കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. മുഖസ്തുതി ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ. എവിടെയും നിർഭയം കടന്നു ചെല്ലാനും സ്വന്തം ശക്തി കൊണ്ട് ആരെയും കീഴ്പ്പെടുത്താനും കഴിവുള്ള മാരുതൻ പ്രാണഭയത്താൽ സ്വധർമ്മം വിസ്മരിക്കുന്നതെന്ന് ബ്രഹ്മദേവൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. പ്രശംസാ വചനങ്ങളിൽ പോലും ഒരു ഭീഷണിയുടെ സ്വരം വായു ഭഗവാൻ തിരിച്ചറിഞ്ഞു. തന്റെ ഇച്ഛയ്ക്കെതിരായി ശിവനിന്ദ ചെയ്യാൻ താൻ നിർബന്ധിതനാവുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് വായു ഭഗവാൻ ശിവസന്നിധിയിലേക്ക് യാത്രയായി. കൈലാസാദ്രിയുടെ താഴ്വരകളിൽ മതിച്ചൊഴുകുന്ന പുണ്യ സരസ്സുകളെ തഴുകി കുസുമരാമങ്ങളിലെ സുഗന്ധം ഒപ്പിയെടുത്ത അനിലൻ കൈലാസത്തിലെത്തി. എന്നാൽ ശിവശക്തിമാർക്ക് കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിന്നിരുന്ന നന്ദികേശ്വരൻ വായു ഭഗവാന്റെ അകത്തേക്കുള്ള പ്രവേശനം തടഞ്ഞു. അപ്പോ അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ബ്രഹ്മദേവൻ ഈ വായുദേവനെ വളരെയധികം പുകഴ്ത്തി സംസാരിക്കുകയാണ്. അങ്ങക്ക് എന്താണ് സാധിക്കാത്തത്? അങ്ങക്ക് വായു വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതാണ്, അങ്ങക്ക് എല്ലാം കഴിയുന്നതാണ്. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വായുദേവനെ ഇങ്ങനെ പുകഴ്ത്തുകയാണ്. അങ്ങനെ വായുദേവൻ എന്ത് ചെയ്യുകയാണ്, ഇതൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി കൈലാസത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴേക്കും ശിവശക്തിമാർക്ക് കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയാണ് നന്ദികേശൻ. അവിടെ വായുദേവൻ അവിടോട്ട് ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നന്ദികേശ്വരൻ വായുദേവനെ ഇങ്ങനെ തടയുകയാണ്. അങ്ങനെ അകത്തേക്കുള്ള പ്രവേശനം തടയുകയാണ്. നന്ദികേശ്വരന്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം ശ്രവിച്ച് വായുദേവൻ ഞെട്ടിവിറച്ചുപോയി. അരൂപിയായി ശിവസന്നിധിയിൽ എത്താമെന്നുള്ള അതിമോഹം വെടിഞ്ഞ് വായുദേവൻ സ്വയരൂപം പ്രാപിച്ച് നന്ദികേശ്വരനെ പ്രണമിച്ചു. അങ്ങനെ നന്ദികേശ്വരൻ ഇങ്ങനെ എന്താ പറയാ, കഠോരമായിട്ടുള്ള ശബ്ദത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേക്കും വായുദേവന് വളരെയധികം ഭയം ഉണ്ടാവുകയാണ്. അങ്ങനെ വായുദേവൻ അദൃശ്യനായിട്ടായിരുന്നു ചെന്നത്. പെട്ടെന്ന് തന്നെ ആ അദൃശ്യ രൂപമൊക്കെ മാറ്റിയിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപം ഇങ്ങനെ വായുദേവൻ എടുക്കുകയാണ്. എന്നിട്ട് വായുദേവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്, എന്ത് ചെയ്യുകയാണ്, പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്. തുടർന്ന് താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹം നന്ദികേശ്വരനെ ധരിപ്പിച്ചു. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും ശ്രീ പരമേശ്വരനെ വന്നു കാണുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണെന്നും അതിനു മുൻപായി സർവേശ്വരൻ നിലയറിഞ്ഞു വരുന്നതിന് അവർ തന്നെ നിയോഗിച്ചതാണെന്നും അദ്ദേഹം ഭഗവാന്റെ കാവൽ ദേവനെ അറിയിച്ചു. ഒപ്പം തന്റെ ആഗമനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാതെ ഇരുന്നതിന് അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അപ്പം വായുദേവൻ ഇങ്ങനെ പറയുകയാണ്, എന്നെ അയച്ചത് ദേവന്മാരും ബ്രഹ്മദേവനും ഒക്കെയാണ്. കാരണം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണം. ഈ ശൂരപത്മാസുരൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടനായിട്ടുള്ള അസുരൻ ദേവലോകങ്ങളെല്ലാം അടക്കി വാണു, ദേവന്മാരെയെല്ലാം വളരെയധികം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ മഹാദേവന്റെയും പാർവതീദേവിയുടെയും പുത്രനായിട്ടുള്ള ശ്രീ മുരുകന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു സംഗമം ഉണ്ടാവണം, ശിവപാർവതി സംഗമം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഈ ദുഷ്ടനായിട്ടുള്ള അസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. വായുദേവന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായപ്പോൾ നന്ദികേശൻ അടങ്ങി. അദ്ദേഹം വായുദേവനോട് ക്ഷമിച്ചു. എന്നാൽ ഒരു കാരണവശാലും ഭഗവത് സന്നിധിയിൽ കടക്കുന്നതിന് അനുവാദം നൽകിയില്ല. അസാധ്യമായ കാര്യത്തിന് കോപ്പ് കൂട്ടാതെ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയിക്കൊള്ളാൻ നന്ദിദേവൻ വായു ഭഗവാനോട് കൽപ്പിച്ചു. നിരാശനും അപമാനിതനുമായ വായു ഭഗവാൻ മഹാമേരു പർവ്വതത്തിൽ മടങ്ങിയെത്തി. അവിടെ സമ്മേളിച്ചിരുന്നവരെ വിവരം അറിയിച്ചു. താൻ എപ്രകാരം കൈലാസത്തിൽ എത്തിയെന്നും അരൂപിയായി ദേവസന്നിധിയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കാവൽ ദേവന്റെ പിടിയിൽ അകപ്പെട്ടെന്നും അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുത്തു. മുജ്ജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് നന്ദികേശ്വരന്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ കിട്ടിയതെന്നും വായു ഭഗവാൻ ദേവന്മാരോട് പറഞ്ഞു.
വായു ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ ദേവന്മാർ ഇത് കർത്തവ്യതാ മൂഢരായി ഭവിച്ചു. ഏവർക്കും ഒരുമിച്ച് കൈലാസത്തിലെത്തി ഭക്തിപരവശത്തോടുകൂടി ശിവഭഗവാനെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തുക മാത്രമാണ് ഒരു മാർഗമെന്ന നിഗമനത്തിൽ അവരെത്തിച്ചേർന്നു. സകല തിന്മകളുടെയും മൂർത്തി രൂപമായ ശൂരപത്മാസുരന്റെയും അവന്റെ ഗണങ്ങളുടെയും ദാസ്യവേലകൾ ചെയ്ത് അപമാനിതരായി ജീവിക്കുന്നതിലും ഭേദം പരമാത്മാവായ ഭഗവാന്റെ കൃപാകടാശത്തിനായി പ്രാർത്ഥിച്ച് ജീവിതം തള്ളി നീക്കുക തന്നെ എന്ന് അവർ തീരുമാനിച്ചു. കൈലാസത്തിലെത്തിയ ശേഷം ദേവന്മാർ നന്ദികേശ്വരന്റെ അനുവാദം വാങ്ങി ശിവപാർവതിമാർ ഇരുന്നരുളുന്ന മണ്ഡപത്തിലെത്തി. ദേവവക്ത്രങ്ങളിൽ നിന്ന് ഹരന്റെ സ്തുതികളും മന്ത്രങ്ങളും മുതിർന്നു. കൈലാസത്തിൽ നിന്നുയർന്ന പഞ്ചാക്ഷരി ജപം പ്രപഞ്ചമെങ്ങും പ്രതിധ്വനിച്ചു. കാരുണ്യമൂർത്തിയായ ശ്രീ പരമേശ്വരൻ ഉമയോടൊപ്പം ദേവന്മാർക്ക് ദർശനമരുളി. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണല്ലോ ഭഗവാൻ. മായാബന്ധരായി തന്റെ നിസ്സംഗതയിൽ ഭീതരായി കുമാരസംഭവത്തിനു വേണ്ടി തന്നെ ഉണർത്താൻ എത്തിയിരിക്കുന്ന ദേവന്മാരെ നോക്കി അദ്ദേഹം പുഞ്ചിരി തൂകി. അനന്തരം എന്തു വരമാണ് വേണ്ടതെന്ന് അവരോട് ആരാഞ്ഞു. ദേവകൾക്ക് ആശ്വാസമായി. അവർ തങ്ങളുടെ സങ്കടം അദ്ദേഹത്തെ അറിയിച്ചു. മുമ്പ് ഭഗവത് കൃപയാൽ തങ്ങൾ അനുഭവിച്ചിരുന്ന സുഖവും സമാധാനവും വീണ്ടും സിദ്ധിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് അവർ ഭഗവാനോട് ആവശ്യപ്പെട്ടു. അസുരാധിപത്യം നരകതുല്യമാണ്. അതിൽ നിന്നും ശാശ്വത മോചനം വേണം. ഭഗവാൻ നിസ്സംഗത വെടിഞ്ഞ് കുമാരസംഭവം സാക്ഷാത്കരിച്ചരുളണം. അസുര ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞമരുന്ന സത്യധർമ്മങ്ങൾക്ക് സംരക്ഷണം നൽകണം. ഇപ്രകാരം ദേവകൾ ആർത്തരായി അർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഭഗവാന്റെ മനസ്സിലഞ്ഞു. അവരുടെ പ്രാർത്ഥന കൈക്കൊണ്ട് വൈകാതെ തന്നെ താൻ കുമാരസംഭവം നിറവേറ്റുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഈ ദേവന്മാര് അവസാനം ദേവന്മാരെ കടത്തിവിടുകയാണ്. ദേവന്മാർ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈ ഒരു വിവരം പറയുകയാണ്. ഈ ശൂരപത്മാസുരൻ എന്ന് പറയുന്ന ദുഷ്ടനായിട്ടുള്ള അസുരന്റെ ആക്രമണം കാരണം നമ്മളെല്ലാം വളരെയധികം ദേവന്മാരെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ശിവപാർവതി സംഗമം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അതുണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭഗവാൻ പറയുകയാണ്, എന്നാൽ അതുവരെയും ശാന്തസ്വരൂപിയായി കാണപ്പെട്ടിരുന്ന ശ്രീ പരമേശ്വരൻ ക്രമേണ രൗദ്രകാരനായി മാറി. അപ്പൊ അതുവരെയും ശാന്തസ്വരൂപമായിട്ടായിരുന്നു ഭഗവാൻ ഇരുന്നതെങ്കിൽ ആ നിമിഷം മുതൽ ഭഗവാൻ എന്താവുകയാണ്? രൗദ്രകാരനായിട്ട് ഭഗവാൻ മാറുകയാണ്. ഭഗവാന്റെ ആ ഭാവഭേദത്തിൽ പ്രപഞ്ചമാകെ നടുങ്ങി വിറച്ചു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ കഴിയാതെ ദേവന്മാർ ഭയന്നു വിറച്ചു. ആകാശം ഇരുണ്ടു, മിന്നൽ പിണറുകൾ ചിതറി, ഇടിമുഴങ്ങി, സമുദ്രങ്ങൾ ആർത്തിരമ്പി. പഞ്ചമുഖനായി കാണപ്പെടുന്ന മഹാദേവൻ ജ്ഞാനികളും യോഗികളും മാത്രം കണ്ടറിഞ്ഞിരുന്ന അധോമുഖങ്ങൾ ഉൾപ്പെടെ 6 ദിവ്യമുഖനായി പ്രത്യക്ഷപ്പെട്ടു. പഞ്ചാഗ്നി മധ്യത്തിൽ നിന്ന് അരുളിയിരുന്ന ശ്രീ ഗംഗാധരന്റെ 6 മുഖങ്ങളിലെ നെറ്റിക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറി. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ സകല ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് 6 സ്ഥാനങ്ങളിൽ സ്വർണവർണ്ണപ്രഭ വിതറി ആളിപ്പടർന്നു നിന്നു. ആ അവതാരങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ അനേകം സംഭവിച്ചുവെങ്കിലും ഒരൊറ്റ ജീവന് പോലും ആപത്ത് സംഭവിക്കുകയുണ്ടായില്ല. ചരാചരങ്ങളെ മാത്രമല്ല ആ ദിവ്യ ജ്യോതിസുകൾ നടുക്കി വിറപ്പിച്ചത് ഭഗവാന്റെ വാമഭാഗമെന്ന് വിളിക്കപ്പെട്ടു പോരുന്ന ശ്രീ പാർവതി ദേവിയിൽ പോലും അവ ഭയപ്പാടുളവാക്കി. ദേവി തന്റെ പാതാരവിന്ദങ്ങളിൽ ധരിച്ചിരിക്കുന്ന നവരത്ന ചിലമ്പുകൾ കിലുങ്ങുമാറ് സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി അന്തപുരം ലക്ഷ്യമാക്കി വേഗതയിലോടി. അപ്പോൾ ദേവിയുടെ തൃപ്പാദത്തിൽ ചാർത്തിയ ചിലമ്പുകൾ തറയിൽ വീണുടഞ്ഞ് അവയിലെ നവരത്നങ്ങൾ അങ്ങിങ്ങായി തെറിച്ചു വീണു. ആ ശിവതേജസ്സിനു മുമ്പിൽ ദേവന്മാർക്കും നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ കാളകൂട വിഷത്തെ ദർശിച്ച ഭയത്തോടെ അങ്ങിങ്ങായി ഓടിമറഞ്ഞു. അഗ്നിജ്വാലയിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രപഞ്ചവാസികളെ രക്ഷിക്കണമല്ലോ എന്ന് കരുതി ദേവേന്ദ്രൻ ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു. മഹാദേവ, ക്രൂരന്മാരായ അസുരന്മാർക്ക് അടിമകളായി ദുഃഖം അനുഭവിച്ചു പോരുന്നവരാണ് ഞങ്ങൾ. ആ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി അവിടത്തേക്ക് ഒരു പുത്രൻ പിറക്കണമെന്നാണ് അടിയങ്ങൾ പ്രാർത്ഥിച്ചത്. അതിനു പകരം അവിടുന്ന് കനിഞ്ഞു നൽകിയിരിക്കുന്നതോ സംഹാര രൂപമായി ദർശനമരുളുന്ന തേജോ നികുഞ്ചവും ശങ്കര ഭഗവാനെ. അടിയങ്ങൾ എന്ത് അപരാധമാണ് ചെയ്തത്? അവിടുത്തെ ലോചനകളിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ തീപ്പൊരികൾ ത്രിലോകങ്ങളെയും നീറ്റുകയാണ്. ആ ഉഗ്രജ്വാലയേറ്റ് ജീവരാശികൾ പരിതപിക്കുകയാണ്. തെറ്റുകുറ്റുകൾ പുറത്ത് അടിയങ്ങളോട് ദയ കാട്ടണം. അപ്പോൾ ഇത് കേൾക്കുന്നതോടെ തന്നെ ശിവഭഗവാൻ എന്തു ചെയ്യുകയാണ്? വളരെയധികം കോപം വരികയാണ്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സംഹാര രുദ്രനായിട്ട് മാറുകയാണ്. ദേവിക്കും വളരെ കോപം വന്നിട്ട് ദേവിയും ഇങ്ങനെ സംഹാര രുദ്രയായിട്ട് മാറുകയാണ്. അങ്ങനെ ദേവിയുടെ ചിലമ്പുകളെല്ലാം പൊട്ടിച്ചിതറുമ്പോൾ അതിൽ നിന്ന് രത്നങ്ങളൊക്കെ ഇങ്ങനെ ചിതറി വീഴുകയാണ്. അവിടെ അഗ്നിജാലകളൊക്കെ ഇങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്. അങ്ങനെ അവിടെ ഒരു എന്താ പറയാ യുദ്ധ കാഹളം മുഴക്കുന്ന പോലെയുള്ള ആ ഒരു രൗദ്രഭാവം ഇങ്ങനെ ഭഗവാൻ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ
ദേവന്മാരൊക്കെ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ കാണിക്കുന്നത്, എന്താണ് ഇതിന്റെ കാരണം, എന്ത് തെറ്റാണ് ഭഗവാനെ ഞങ്ങൾ ചെയ്തത്, അങ്ങ് ഇങ്ങനെ ഞങ്ങൾക്കൊരു ഘോര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് ദേവന്മാര് ഭഗവാനോട്, ശ്രീ പരമേശ്വരനോട് ആരായുകയാണ്. തുടർന്ന് മറ്റ് ദേവന്മാരും ബ്രഹ്മദേവനും ശ്രീ മഹാവിഷ്ണുവും ഗംഗാധരനോട് പ്രാർത്ഥിച്ചു. അതോടെ 6 തേജോവദനങ്ങളോടെ ജ്വലന ഭീമാകാരമായി ദർശനമരുളി നിന്നിരുന്ന ശ്രീ ഗംഗാധരൻ ഏകമുഖ ഭാവത്തോടെ ദിവ്യനായി ശാന്തനായി പ്രത്യക്ഷപ്പെട്ടു. തന്റെ തൃക്കണ്ണുകളിൽ നിന്ന് ബഹിർഗമിച്ച അഗ്നിജ്വാലകൾ തന്റെ മുമ്പിൽ തന്നെ വരുമാറാകട്ടെ എന്ന് ഈശ്വരൻ മനസ്സിൽ നിരൂപിച്ചു. പ്രപഞ്ചമെങ്ങും പരന്ന് ജ്വലിച്ചു നിന്നിരുന്ന ആ ശിവാഗ്നി നാളങ്ങൾ ഉടൻ തന്നെ 6 രൂപങ്ങൾ പ്രാപിച്ചു. തിരുസന്നിധിയിൽ ഭവ്യതയോടെ വണങ്ങി നിന്നു. ദിവ്യപ്രഭ ചൊരിയുന്ന ആ ഷഡ്ജ്യോതിസുകളെ വീക്ഷിച്ചു ശ്രീ പരമേശ്വരൻ മന്ദഹസിച്ചു. ദേവന്മാർ സമാശ്വസിച്ചു. അഗ്നിദേവനെയും വായുദേവനെയും അരികിൽ വിളിച്ച് ശ്രീ പരമേശ്വരൻ ഇപ്രകാരം അറിയിച്ചു: ദേവന്മാരെ, ഈ ശിവജ്യോതിസുകളെ ഭുജങ്ങളിൽ വഹിച്ചു ചെന്ന് ഗംഗയിൽ ഒഴിക്കിയാലും ഗംഗാദേവി ഈ പ്രഭാപൂരണങ്ങളെ ശരവണ പൊയ്കയിൽ എത്തിക്കുന്നതാണ്. ഇത് കേട്ട് ദേവന്മാർ ഭയാശങ്കകൾ പൂണ്ടു. ക്ഷണനേരം കൊണ്ട് ത്രിലോകങ്ങളും ഭസ്മീകരിക്കുന്നതിനുള്ള ശക്തിയുള്ള ഈ ശിവജ്യോതിസുകളെ വഹിച്ചു കൊണ്ടുപോവുകയെന്നത് അടിയങ്ങളാൽ സാധ്യമാകുമോ എന്നവർ ആരാഞ്ഞു. മുക്കണ്ണൻ അപ്പോൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: അഗ്നി വായുദേവന്മാരെ, ഭയാശങ്കകൾ വെടിഞ്ഞാലും ഈ ത്രിഭുവനങ്ങളെയും വഹിക്കാനുള്ള ദിവ്യശക്തി നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അഗ്നിസ്ഫുലിംഗങ്ങളെ വഹിച്ചുകൊണ്ട് ഗംഗാനദിയിലേക്ക് പുറപ്പെട്ടാലും ഈ ജ്യോതിസുകൾ ഗംഗാനദി വഴി ശരവണപ്പൊയ്കയെ പ്രാപിച്ച് തിരുകുമാരനായി സർവശക്തനായി ആറുമുഖനായി അവതീർണനാകുന്നതാണ്. ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിച്ചു കുമാരൻ നിങ്ങൾക്ക് അഭയമരുളുന്നതാണ്. അപ്പോൾ ദേവിയുടെയും മഹാദേവന്റെ ആ ശക്തി പ്രഭാവത്തിൽ നിന്നൊരു ശക്തി ഊർജം ഉണ്ടാവുകയാണ്. അപ്പൊ ഈ ഒരു ഊർജ ഗോളത്തെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? ഈ ദേവന്മാർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതിനെ ഗംഗാ നദിയിലേക്ക് ഒഴുക്കാൻ പറയുകയാണ്. അങ്ങനെ ഇത് ഒഴുകി പോകുമ്പോൾ അത് ശരവണ പൊയ്കയിൽ എത്തുന്നതാണ്. അവിടെ നിന്ന് ആറുമുഖനായിട്ട് ഭഗവാൻ ശരവണൻ, അതായത് സ്കന്ദ ഭഗവാൻ, മുരുക ഭഗവാൻ ജന്മം കൊള്ളുന്നതാണ്. ആ മുരുക ഭഗവാനായിരിക്കും ഈ പറയുന്ന ശൂരപത്മാസുരനായിട്ടുള്ള അസുരനെ വധിക്കുന്നതെന്ന് പറയുകയാണ്. അത് കേൾക്കെ ആഹ്ലാദഭരിതരായ ദേവന്മാർ ഹര ഹര മഹാദേവ എന്ന് ശ്രീ പരമേശ്വരനെ സ്തുതിച്ച് കൈലാശ്രീയിൽ നിന്ന് യാത്ര തിരിച്ചു. ഈശ്വരകൽപ്പന ശിരസാവഹിച്ച അഗ്നി വായുദേവന്മാർ ജീവജ്യോതിസുകളെ ഭുജത്തിൽ വഹിച്ചുകൊണ്ട് ഗംഗാദേവിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ശ്രീ മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ അത്യാഹ്ലാദത്തോടെ കുമാരസംഭവ മഹാത്മ്യം ദർശിക്കുന്നതിനായി വായുദേവനെ അനുഗമിച്ചു. ഒരു നാഴിക നേരം കടന്നു ശിവാഗ്നി ചൊരിയുന്ന താപം സഹിക്ക വയ്യാതെ വിഷമിച്ച വായുദേവൻ ആ അഗ്നിസ്ഫുലിംഗങ്ങൾ അഗ്നിദേവനെ ഏൽപ്പിച്ചു. ഒരു നാഴിക പിന്നിട്ടപ്പോൾ അഗ്നിദേവൻ തിരികെ വായുദേവനെ ഏൽപ്പിച്ചു. ഇപ്രകാരം ശിവോത്ഭവ തേജസ്സിനെ വായുദേവനും അഗ്നിദേവനും മാറി മാറി വഹിച്ചുകൊണ്ട് ചെന്ന് ഭയഭക്തി പുരസരം ഗംഗാതീർത്ഥത്തിൽ അർപ്പിച്ചു. അതോടെ അർപ്പിക്കപ്പെട്ട അഗ്നിപ്പൊരുളുകളുടെ ശക്തിവിശേഷത്തിൽ ഗംഗാജലം തിളച്ചുമറിഞ്ഞു. ഗംഗാദേവി അതീവ ശ്രദ്ധയോടെ ശിവാഗ്നി കിരണങ്ങളെ തന്റെ കുഞ്ഞല കരങ്ങൾ കൊണ്ടു താലോലിച്ച് ശരവണ പൊയ്കയ്ക്ക് ചുറ്റിലും ആകാംക്ഷഭരിതയായി കാവൽ നിന്നു. ആകാംക്ഷഭരിതമായ നിമിഷങ്ങൾ കടന്നുപോയി. അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതായും പരബ്രഹ്മമായും കാണപ്പെടുന്ന പരമേശ്വര ജ്യോതിസ് ഒരു ശിശുവിന്റെ ഉടൽ രൂപമാണ്ടു. പ്രഭ ചൊരിയുന്ന 6 തിരുമുഖങ്ങളും 6 ഭുജങ്ങളും കൊണ്ട് ലോകരക്ഷാമൂർത്തിയായ ശ്രീ മുരുകദേവൻ ശരവണ പൊയ്കയിൽ അവതരിച്ചു. അത്ഭുതകരമായ ആ സന്തോഷ വാർത്ത പ്രപഞ്ചം മുഴുവൻ അറിയപ്പെടുമാറ് ദേവദുന്ദുഭികൾ മുഴങ്ങി. നഭോമണ്ഡലം ഭക്തിയുടെ പരമാനന്ദ ലഹരിയിൽ കോരിത്തെരിച്ചു. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവാദികളും മഹർഷിവര്യന്മാരും ആനന്ദാതിരേകത്താൽ പുഷ്പവൃഷ്ടി ചെയ്തു. ത്രിലോക ജീവരാശികൾ ആനന്ദ നൃത്തം ചവിട്ടി. പൂക്കാത്ത ലതകളെല്ലാം പൂത്തുലഞ്ഞു. കായ്ക്കാത്ത വൃക്ഷങ്ങളിൽ കനി നിറഞ്ഞു. വന്ധ്യകളായ സ്ത്രീകൾ ഗർഭിണികളായി. മുടന്തന്മാർക്ക് പാദങ്ങൾ സിദ്ധിച്ചു. ബദിരന്മാർക്ക് ആണ്ടവ സ്തുതിഗീതങ്ങൾ കേൾക്കാനായി. മൂകന്മാർ ഭഗവത് സ്തോത്രങ്ങൾ ജപിച്ച് ആത്മനിർവൃതി കൊണ്ടു. അന്ധന്മാർ പ്രപഞ്ച ജ്യോതിസ് വീക്ഷിച്ചു ജന്മസാഫല്യം പ്രാപിച്ചു. കുമാരസംഭവ മഹിമയിൽ ത്രിലോകവാസികളും ഒരുപോലെ ഈശ്വര ചൈതന്യ പ്രഭാവ മഹത്വം അറിഞ്ഞു. ഈ സമയത്ത് അസുര നഗരങ്ങളിൽ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. അസുര വീരന്മാരുടെ അധികാരം വിളംബരം ചെയ്തുകൊണ്ട് സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങൾ മുറിഞ്ഞു നിലം പതിച്ചു. അവരുടെ അശ്വഗജാദികൾ ചത്തൊടുങ്ങി. അസുര പത്നിമാരുടെ വലതുഭുജങ്ങളും പുരികക്കൊടികളും ദുർലക്ഷണ സൂചകമായി വിറപൂണ്ട്.
ആരാധനാ ദേവന്മാരുടെ മുന്നിൽ കൊളുത്തിവെച്ചിരുന്ന നെയ്ത്തിരികൾ പൊടുന്നനെ അണഞ്ഞു. പൂജാ വിഗ്രഹങ്ങളുടെ കണ്ടത്തിൽ അവർ ചാർത്തിയിരുന്ന പൂമാലകൾ വീണു നിലം പതിച്ചു. അവർക്ക് സംഭവിക്കാനിരിക്കുന്ന ആപത്തുകളുടെ നാന്തി കുറിക്കപ്പെട്ടു. ഇഷ്ടരക്ഷകനും ദുഷ്ടനിഗ്രഹനുമായി പിറവിയെടുത്ത സ്കന്ദനെ സത്തുക്കൾ സ്തുതിച്ചു. അസത്തുക്കൾ ആ നാമമാത്രയിൽ ഭയം പൂണ്ടു. അങ്ങനെ സ്കന്ദ ഭഗവാൻ അവിടെ അവതരിക്കുകയാണ് അല്ലെ. ശരവണ പൊയ്കയിലാണ് അവതരിക്കുന്നത് ഭഗവാൻ. അങ്ങനെ ഭഗവാന്റെ ആ അവതാര സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ലക്ഷണങ്ങൾ, ആ ഒരു ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുരന്മാരൊക്കെ ഭയന്ന് വിറയ്ക്കുകയാണ്. അസുരന്മാരുടെ ആ അസുര നഗരികളിലെല്ലാം ദുർനിമിത്തങ്ങൾ കാണുകയാണ്. അവിടെ അസുര വീരന്മാരുടെ അധികാരം വിളംബരം ചെയ്തുകൊണ്ട് സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങളൊക്കെ മുറിഞ്ഞ് നിലംപതിക്കുകയാണ്. അവരുടെ അശ്വഗജാതികളെല്ലാം ചത്തൊടുങ്ങുകയാണ്. അസുര പത്നിമാരുടെ വലതു ഭുജങ്ങളും പുരികക്കൊടികളും ദുർലക്ഷണ സൂചകമായി വിറപൂണ്ടു നിൽക്കുകയാണ്. അതുപോലെ ആരാധന ദേവന്മാരുടെ മുന്നിൽ കൊളുത്തി വെച്ചിരുന്ന നെയ്ത്തിരികളെല്ലാം പൊടുന്നനെ അണഞ്ഞു പോവുകയാണ്. അവർ പൂജിക്കുന്ന ആ ദൈവങ്ങളുടെ മുന്നിൽ കൊളുത്തി വെച്ചിരുന്ന ആ ദീപങ്ങളെല്ലാം തന്നെ അണഞ്ഞു പോവുകയാണ്. പൂജാ വിഗ്രഹങ്ങളുടെ കണ്ടത്തിൽ അവർ ചാർത്തിയിരുന്ന പൂമാലകൾ വീണ് നിലം പതിച്ചു. അവർക്ക് സംഭവിക്കാവുന്ന ആപത്തുകളുടെ നാന്തി കുറിക്കപ്പെട്ടു. ഇഷ്ടരക്ഷകനും ദുഷ്ടനിഗ്രഹനുമായി പിറവിയെടുത്ത സ്കന്ദനെ സത്തുക്കൾ സ്തുതിച്ചു. അസത്തുക്കൾ നാമമാത്രയിൽ ഭയം പൂണ്ടു. അങ്ങനെ ജന്മമെടുത്ത ആ ആറുമുഖനെ ദുഷ്ടന്റെ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് പിറവിയെടുത്ത ആ സ്കന്ദനെ സത്തുക്കള് നല്ലവരായിട്ടുള്ളവർ സ്തുതിക്കുകയാണ്. അതുപോലെ ദുഷ്ടരായിട്ടുള്ളവരെല്ലാം എന്ത് ചെയ്യുകയാണ്? ആ ഒരു ജനനത്തോടു കൂടി ഭയപ്പെടുകയാണ്. ആദി മധ്യാന്ത വിഹീനനാണ് ശ്രീ മഹാദേവൻ. ഷഡ്ഗുണ സമ്പന്ന പൂർണ്ണനാഥനായ ശ്രീ മഹിമകളുടെ വൈഷ്ണവ്യ പ്രഭാവമാണ് ഷൺമുഖനായ ശ്രീമുരുകൻ. ശരവണ പൊയ്കയിൽ ഉത്ഭവിച്ച ശരവണൻ സകല ചരാചര രക്ഷകനായി ആറുമുഖനായി വിളങ്ങി. ഷഡ്ഗുണങ്ങൾ, സർവജ്ഞത, തൃപ്തി, അനാദിഭേദം, അലുബ്ധശക്തി, സുന്ദരത്വം, അനന്തശക്തി പ്രഭാവം, അങ്ങനെ അദ്ദേഹത്തെ ഇത്തരത്തിൽ ദേവന്മാരിൽ നിന്നും ഭിന്നനാക്കി. വേദപ്പൊരുളിലും മനസ്സിലും വാക്കിലും അറിയുവാൻ കഴിയാതെ എവിടെയും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരാൽപരനായ ശ്രീ പരമേശ്വരൻ കാരുണ്യം കൊണ്ട് 6 ദിവ്യവദനങ്ങളോടുകൂടി ശരവണ പൊയ്കയിൽ 1008 തളികകളുള്ള ചെന്താമര പൂവിനുള്ളിൽ ലോകരക്ഷകനായി ആപത് ബാന്ധവനായി ശ്രീ മുരുകനായി അവതരിച്ചു എന്ന് പറയുന്നതാവും ശരി. അപ്പം വേദപ്പൊരുളിലും മനസ്സിലും വാക്കിലും അറിയുവാൻ കഴിയാതെ എവിടെയും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരാൽപരനായ ശ്രീ പരമേശ്വര കാരുണ്യം കൊണ്ട് 6 ദിവ്യവദനങ്ങളോടുകൂടി ശരവണ പൊയ്കയില് 1008 തളികകളുള്ള ചെന്താമര പൂവിനുള്ളിൽ ലോകരക്ഷകനായി ആപത് ബാന്ധവനായിട്ട് ശ്രീമുരുകനായിട്ട് ഭഗവാൻ ശ്രീമുരുകൻ അവതരിക്കുകയാണ്. ലോകക്ഷേമത്തിനായി അവതരിച്ച ദേവൻ പഞ്ചഭൂതങ്ങളിൽ നിന്നും പടിപ്പടിയായി ഉയർന്ന് ആകാശം, കാറ്റ്, കനൽ, ജലം, മണ്ണ് എന്നിവകളുടെ മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് രൂപം പ്രാപിച്ചു എന്നുള്ളതാണ് ശ്രീ മുരുകാവതാര തത്വം. ശ്രീ പരമശിവന്റെ തൃക്കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ച തീപ്പൊരികൾ ആകാശത്തിൽ നിന്ന് വായുവിന്റെ കരങ്ങളിൽ കൂടി അഗ്നിയിൽ എത്തിച്ചേർന്നു. അഗ്നിയിൽ നിന്ന് പുണ്യനദിയായ ഗംഗയിൽ കൂടി ഒഴുകി ഭൂമിയിൽ എത്തിച്ചേർന്നു. ശിവജ്ഞാനാഗ്നിയിൽ അരൂപമായി ഭവിച്ച് മണ്ണിൽ രൂപം പ്രാപിച്ച് ശാന്തമായ ശരവണ പൊയ്കയിൽ ചിത്രൂപമായി വിളങ്ങി. ശിവശക്തിയിൽ നിന്നുത്ഭൂതനായ ഷൺമുഖ ഭഗവാന്റെ ഓരോ ദിവ്യവദനങ്ങളിലും തൃക്കണ്ണുകളുണ്ട്. അപ്രകാരം ശ്രീ കുമാരദേവൻ 18 കണ്ണുകൾ ഉടയവനാണ്. ശരവണ പൊയ്കയിൽ ചെന്താമര പൂവിനുള്ളിൽ ലോകരക്ഷകനായ ശരവണൻ എന്നരുളിയിരിക്കുന്നു. ആ അരുൾ നായകനെ ദർശിക്കുന്നതിനായി അനന്തശയനനും അംബുജ സംഭവനും കാലദേവനും വരുണഭഗവാനും ദേവേന്ദ്രനും ശരവണ പൊയ്ക തലത്തിലെത്തി. സാധാരണ ശിശുക്കൾക്കുള്ള വിനോദ ചാബല്യങ്ങളോടുകൂടി ലസിച്ചിരുന്ന ചിന്മയാനന്ദ സ്വരൂപനെ അവർ ദർശിച്ചു. വാക്കുകളാലും വേദോപനിഷത്തുകളാലും വർണ്ണിക്കപ്പെടുവാൻ അസാധ്യനായ നിത്യനിർമ്മല മൂർത്തിയെ ദർശിച്ച അവർ ആനന്ദ നിർവൃതി അടഞ്ഞു. എത്ര കണ്ടാലും മതിവരാത്ത ആ മോഹനാകാരത്തെ വീണ്ടും വീണ്ടും കണ്ട് ആസ്വദിക്കണമെന്ന് ദേവാദിദേവന്മാർക്ക് കൊതി തോന്നി. ഗംഗാനദിയുടെ സമീപത്ത് ചേതോഹരമായ ശരവണ പൊയ്കയിലെ ചെന്താമര പൂവിനുള്ളിൽ തങ്ങളുടെ രക്ഷകനെ പിഞ്ചു വൈതലായി ദർശിച്ച ദേവന്മാർ കാർത്തിക മംഗമാരെ ഹൃദയത്തിൽ സ്മരിച്ചു. ആ നിമിഷം തന്നെ കാർത്തിക കന്യകമാർ 6 പേരും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ശരവണ പൊയ്കയില് ആര് ജനിക്കുകയാണ്? സ്കന്ദ ഭഗവാൻ ജനിക്കുകയാണ്. അപ്പൊ കാർത്തിക ദേവിമാരാണ് ഭഗവാനെ സംരക്ഷിക്കുന്നത്. അങ്ങനെ ഈ കാർത്തിക ദേവിമാർ എന്ത് ചെയ്യുകയാണ്? ഉടൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്.
മഹാവിഷ്ണു കന്യകമാരെ ശിവശക്തികുമാരന് മുലപ്പാലൂട്ടി സേവനം ചെയ്യുന്നതിന് നിയോഗിച്ചു. ശരവണപ്പൊയ്കയെ ചുറ്റി നിന്ന കാർത്തിക മംഗമാർ ചെന്താമര പൂവിനുള്ളിലെ ശിശുവിനെ കണ്ട് ആനന്ദഭരിതരായി. അവരിൽ ഉറങ്ങിക്കിടന്നിരുന്ന മാതൃത്വം ഉണർന്നു. അവരുടെ മാർവിടങ്ങൾ ചുരത്തി കുഞ്ഞിനെ പാലൂട്ടുന്നതിനായി ത്രസിച്ചു. ആദ്യം ഞാൻ മുലപ്പാൽ നൽകാം, അല്ല ഞാൻ നൽകിക്കൊള്ളാം, വേണ്ട വേണ്ട ഞാൻ നൽകിക്കൊള്ളാം എന്നിങ്ങനെ കാർത്തിക മംഗമാർ തമ്മിൽ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതിൽ മത്സരവും സൗന്ദര്യ പിണക്കവും ഉണ്ടായി. അവരുടെ ഈ വിധ മത്സര പിണക്കങ്ങൾ വീക്ഷിച്ച ശരവണ ബാലന്റെ പല്ലവാതരങ്ങളിൽ പുഞ്ചിരി വിടർന്നു. ഞൊടിയിടയിൽ 6 മുഖദേവൻ 6 സുന്ദര ബാലന്മാരായി രൂപം പകർന്നു. അപ്പോൾ ശരവണപ്പൊയ്കയിൽ ജനിച്ചിരിക്കുന്ന 6 മുഖ ഭഗവാൻ, അതായത് ശരവണപ്പൊയ്കയിൽ ജനിച്ചിരിക്കുന്ന സ്കന്ദ ഭഗവാനെ, മുരുക ഭഗവാനെ കാണുന്നതോടുകൂടി ഈ കാർത്തിക ദേവിമാരിങ്ങനെ വരികയും അങ്ങനെ ഭഗവാനെ എടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും എടുത്തിട്ട് പറയണ ഞങ്ങൾ ഭഗവാനെ പാലൂട്ടാം എന്നിങ്ങനെ പറഞ്ഞ് തർക്കിക്കുകയാണ്. അപ്പൊ ഈ തർക്കം കാണുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യണം, 6 കുമാരന്മാരായിട്ട് മാറുകയാണ്. 6 കുമാരന്മാരായിട്ട് മുരുക ഭഗവാൻ മാറുകയാണ്. അങ്ങനെയാണ് 6 മുഖൻ എന്നുള്ള പേര് സ്കന്ദ ഭഗവാന് വരുന്നത്. ഓരോ ശിശുവിനെയും വാരിയെടുത്ത് ചുവന്നു തൊടുത്ത ഇളം കവിളുള്ള ചെഞ്ചുണ്ടുകളിലും മുത്തങ്ങൾ നൽകിയും മുലപ്പാൽ നൽകിയും സന്തുഷ്ട ചിത്തരായി. അമൃതപാനസുഖത്തിൽ ആലസ്യം പൂണ്ടിട്ടെന്ന പോലെ കുമാരന്മാർ മയക്കത്തിലാണ്ടു. അങ്ങനെ ഒന്നായ ചിൽസുരൂപൻ 6 രൂപങ്ങളിൽ ശരവണക്കാട്ടിൽ വളർന്നു വന്നു. കാർത്തിക മംഗമാർക്ക് ശിശുപരിചരണം ഉത്സവമായി തീർന്നു. അമ്മമാരിൽ ഒരുവൾ ലാളിച്ച ശിശു ഉറക്കം അഭിനയിക്കുമ്പോൾ മറ്റൊരുവളുടെ കൈകളിൽ നിന്ന് ശിശു കിളിക്കൊഞ്ചൽ ഉതിർക്കും. വേറൊരു ശിശു കാർത്തിക മംഗയുടെ സ്തനങ്ങൾ നുണഞ്ഞു കുടിക്കും. ഒരു ശിശു ചിണുങ്ങി കരയുമ്പോൾ മറ്റൊരു ശിശു കൈകാലുകളിട്ട് അടിച്ചു കളിക്കും. അപ്പോൾ മറ്റൊരു രൂപം പിച്ചവെച്ചു നടക്കും. ഒരു രൂപം ഇരുന്ന് കളിക്കുമ്പോൾ മറ്റൊരു രൂപം പൊയ്കയിൽ ഇറങ്ങി കുസൃതികൾ കാണിക്കും. ഒരു പൈതൽ യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അമ്മയുടെ ഒക്കത്ത് ഒതുങ്ങിയിരിക്കും. മറ്റൊരു വേളയിൽ ഒരു ശിശു നൃത്തമാടുമ്പോൾ മറ്റൊരു ശിശു അതിന് താളം പിടിക്കും. ഒരു പൈതൽ കിളിക്കൊഞ്ചലിൽ പാടുമ്പോൾ മറ്റൊരു പൈതൽ ശ്രദ്ധയോടെ ആ ഗാനം കേട്ടിരിക്കും. ഒരാൾ കേളിയുടെ ഭാഗമായി ഒളിക്കുമ്പോൾ മറ്റൊരാൾ അവനെ കണ്ടുപിടിക്കും. ഇപ്രകാരം ഒന്നായ ശിവകുമാരൻ 6 അത്ഭുത കുമാരന്മാരായി വർത്തിച്ച് അമ്മമാരെ സന്തോഷിപ്പിച്ചു. തന്റെ ശൈശവ വിളയാട്ടങ്ങളിൽ കൂടി കാർത്തിക മംഗമാരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല കുമാരന്മാർ ചെയ്തത്, പവിത്രമായ മാതൃശിശു ബന്ധ മഹത്വം ലോകരെ അറിയിക്കുക കൂടിയായിരുന്നു. ഹൃദയാനന്ദപ്രദമായിരുന്ന കുമാരലീലകളും അത്ഭുതകരമായ ശക്തികളും ദർശിച്ച വിഷ്ണു, ബ്രഹ്മൻ, ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ അത്ഭുത പരതന്ത്രരായി. അസാമാന്യമായ ശക്തിപ്രഭാവമുള്ള ഈ കുമാരൻ ശിവബാലകനല്ല, ശ്രീ പരമശിവൻ തന്നെയാണെന്ന് അവർ തീർച്ചപ്പെടുത്തി. സർവശക്തികളും സിദ്ധിച്ചിട്ടുള്ള ശ്രീ മുരുകൻ ശൂരപത്മാതി അസുരന്മാരെ നിഷ്പ്രയാസം നിഗ്രഹിക്കുമെന്ന കാര്യത്തിൽ ദേവന്മാർക്ക് തർക്കമില്ലായിരുന്നു. തങ്ങളെ രക്ഷിക്കുന്നതിനായി അവതരിച്ച ശ്രീ ഷൺമുഖനെ ദേവന്മാർ പ്രകീർത്തിച്ചു. ശ്രീ മുരുകന്റെ അപരനാമമായ കുമാരൻ എന്ന പദത്തിന്റെ അർത്ഥം സൗന്ദര്യത്തിൽ മന്മഥനെ തോൽപ്പിക്കുന്നവൻ എന്നാണ്. കുമാര സംഭവ കാലം വരെയും ലോകസുന്ദരൻ മന്മഥനാണെന്ന് ധരിച്ചിരിക്കുന്നവർക്ക് കുമാരസംഭവത്തോടെ ആ ധാരണ തിരുത്തേണ്ടി വന്നു. ശ്രീകുമാരൻ മന്മഥനെ തോൽപ്പിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയവനാണെന്ന് ആർക്കും സമ്മതിക്കേണ്ടി വന്നു. ലോകത്തിൽ സകലവിധമായ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവൻ എന്നുള്ളതാണ് കുമാരൻ എന്ന നാമത്തിന്റെ മറ്റൊരു അർത്ഥം. കുമാരൻ എന്ന നാമത്തെ കുമരൻ എന്നും വിശേഷിപ്പിക്കാം. കുമരൻ എന്നാൽ എന്നെന്നും നാശമില്ലാത്ത യുവത്വമുള്ളവൻ എന്ന് അർത്ഥം. ഗംഗാനദിയിൽ ഉത്ഭുതമായ ശ്രീ മുരുകന് ഗാംഗേയൻ എന്ന നാമം അന്വർത്ഥമാണ്. കാർത്തിക മംഗമാർ മുലപ്പാൽ നൽകി താലോലിച്ച് വളർത്തിയ ശ്രീ മുരുകന്റെ മറ്റൊരു നാമം കാർത്തികേയൻ എന്നാണ്. സ്വാമി എന്ന നാമം അനുയോജ്യമായിരിക്കുന്നത് ശ്രീ മുരുകന് തന്നെ. അതുകൊണ്ടാണല്ലോ മുരുകൻ വാഴുന്ന മലയെ സ്വാമിമല എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ മുരുകനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഭഗവാന്റെ മറ്റൊരു നാമം എന്ന് പറയുന്നത് മുരുകന് ഗാംഗേയൻ എന്നൊരു പേരുണ്ട്. കാരണം ഗംഗ, അതായത് ഗംഗാനദിയിൽ ഉത്ഭവിച്ചതുകൊണ്ട്, ഗംഗാനദിയിലാണല്ലോ ഈ ശരവണ പൊയ്ക വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗംഗാനദിയിൽ ഉത്ഭവിച്ചതുകൊണ്ട് ഗാംഗേയൻ എന്നൊരു പേരും ശ്രീ മുരുക ഭഗവാനുണ്ട്. അതുപോലെ തന്നെ മുരുകൻ വാഴുന്ന മലയെ സ്വാമിമല എന്നാണ് പറയുന്നത്. സോമനാഥനായ ശ്രീ പരമേശ്വരന് ശ്രീമുരുകൻ പ്രണവമന്ത്രം ഉപദേശിച്ച് സ്വാമിനാഥനാകുന്നു. അങ്ങനെ സോമനാഥനായ ശ്രീ പരമേശ്വരൻ മുരുക ഭഗവാന് എന്താണ് പ്രണവമന്ത്രം, ആ ഓംകാര മന്ത്രത്തിന്റെ അർത്ഥം, ആ പ്രണവമന്ത്രത്തെ കുറിച്ച് ഉപദേശിച്ചതുകൊണ്ട് ഭഗവാന് എങ്ങനെയുള്ള പേരാണ് ഉണ്ടാവുന്നത്? സ്വാമിനാഥൻ എന്നുള്ള പേരുണ്ടാവുന്നു, സ്വാമിനാഥനാകുന്നു.
കുംഭകോണത്തിനടുത്തുള്ള സ്വാമിമല എന്ന പുണ്യസ്ഥലത്ത് വെച്ചാണ് മഹാസംഭവം നടന്നത്. അപ്പോൾ കുംഭകോണത്തിനടുത്തുള്ള സ്വാമിമല എന്നുള്ള ആ ഒരു പുണ്യസ്ഥലത്ത് വെച്ചിട്ടാണ് മഹാസംഭവം, കുമാരസംഭവം, നിങ്ങൾക്കത് അറിയാലോ, അത് നടന്നത്. ബ്രഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു. അപ്പൊ ബ്രഹ്മണ്യം എന്ന് പറയുന്നത് എന്താണ്? ശിവഭഗവാനെയാണ് കുറിക്കുന്നത്. അതോടുകൂടി സു എന്ന ശ്രേയസിനെ കുറിക്കുന്ന പദവും ചേർന്നാണ് സുബ്രഹ്മണ്യൻ എന്ന നാമം ശ്രീ മുരുകന് സിദ്ധിച്ചിരുന്നത്. അപ്പം ഈ ബ്രഹ്മണ്യത്തിന്റെ മുൻപായിട്ട് സു എന്നുള്ള ശ്രേയസിനെ കുറിക്കുന്നതും കൂടെ ചേർത്തുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ എന്നുള്ള ആ ഒരു നാമം ഭഗവാന് ഉണ്ടായത്. ശ്രീ മുരുകനാമങ്ങളും അവയുടെ അർത്ഥങ്ങളും എത്രയോ വിപുലമാണ്. എങ്കിലും ഭഗവാനെ സ്തുതിക്കുന്നത് മന്ത്രമൊന്നും മാത്രം മതിയാകുന്നതാണ്. മുരുകനാമങ്ങളും നാമാർത്ഥ പൊരുളുകളും തേടി നാം അലയേണ്ട കാര്യമില്ല. അറിയാവുന്ന നാമ മന്ത്രോച്ചാരണത്തിൽ കൂടി തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധി ലഭിക്കുന്നതാണ്. അപ്പോ ഭഗവാന്റെ ഇങ്ങനെയുള്ള എന്താണ് അറിയാവുന്ന നാമ മന്ത്രോച്ചാരണത്തിൽ കൂടി തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധി ലഭിക്കുന്നത്. അപ്പൊ ഭഗവാൻ ഒരുപാട് നാമങ്ങളുണ്ട്. എന്നാൽ തന്നെ നാം ഏത് നാമത്തിൽ കൂടെയും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ഉദ്ദിഷ്ട കാര്യലബ്ധി ലഭിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പം എപ്പോഴും പറയേണ്ടത് നമ്മൾ ഓം വജത്ഫുവേ നമഃ, ഓം വജത്ഫുവേ നമഃ, ഓം വജത്ഫുവേ നമഃ എന്നുള്ള നാമം നമ്മൾ പറഞ്ഞാൽ മാത്രം മതിയാവും. ഏതെങ്കിലും ഒരു നാമം പറഞ്ഞ ഓം സ്കന്ധായ നമഃ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നാമം പറഞ്ഞാൽ തന്നെയും ഭഗവാൻ അതിൽ സംപ്രീതനാകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഹരഹരോ ഹരഹര, ഹരഹര മഹാദേവ, ഹരഹരോ ഹരഹര, ഹരഹരോ ഹരഹര. ഇന്ന് നമ്മുടെ ഈ ഒരു ഭാഗം അവസാനിക്കുകയാണ്. സർവം ശ്രീ ഷൺമുഖാർപ്പണമസ്തു. ഹരഹരോ ഹരഹര. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അടുത്ത ക്ലാസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ പാർവതി കോപം എന്നുള്ളൊരു ഭാഗമാണ് വരുന്നത്. പിന്നെ ബാലമുരുകൻ എന്നുള്ള ഭാഗം വരുന്നുണ്ട്. ദേവസ്കന്ധ യുദ്ധം അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. അപ്പം അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഞാൻ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് ഒരുപാട് ഇത് ഭാഗങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അല്ലേ. ഇപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇതിൽ. ധനീഷ്, ധനു, മിഥുൻ രാജ്, മിസ്റ്റർ സ്വാർക്ക്, ആദിത്യൻ, അശ്വതി, തുഷാന്ത്, സൂര്യൻ ജോയിന്റ്, സൂര്യൻ. ഇനി എനിക്ക് പറയാനുള്ള വെച്ചാൽ ചില ഭക്തി ചെയ്യുന്നവരുണ്ട്. അവർ തമ്മിൽ പരസ്പരം എന്താ പറയുക, ചിലർക്ക് ചിലരോട് അസൂയ കാണും, ചിലർ നമ്മളെക്കാട്ടിലും വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്നു എന്നുള്ള ഒരു ഇത് കാണും. അപ്പം അങ്ങനെയുള്ള ചിന്തകളൊന്നും ആരുടെയും മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലർ ഭക്തി ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ രാമഭക്തരൊക്കെ ആണെങ്കിൽ ചിലർ ഇവർ ഹനുമാനെ പോലെ ആയിത്തീരട്ടെ, എന്നിട്ട് നമ്മൾ രാമനെ പോലെ ആവട്ടെ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ചിലരുടെ മനസ്സിൽ വരും. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ചിലപ്പോൾ ഹനുമാനെ പോലെയുള്ള രൂപം അവർക്ക് കിട്ടുന്നത്. മറ്റേ ആൾ ചിലപ്പോൾ ശ്രീരാമനെ പോലുള്ള രൂപമായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സാരൂപ്യ മോക്ഷത്തിലേക്കായിരിക്കും പോകുന്നത്. അതൊക്കെ ഭഗവാൻ തീരുമാനിക്കുന്നതാണ്. മനസ്സിലായോ? ചിലർ പറയും ഇവര് നമ്മുടെ സേവകരെ പോലെ നിൽക്കട്ടെ, നമ്മൾ വലിയ ആളാണ്, നമ്മളാണ് ഭക്തിയിൽ ഉയർന്നവര്, നമ്മൾ ഭയങ്കര ബ്രാഹ്മണ്യമുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, നാമങ്ങൾ ജപിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും മറ്റൊരാളെ കാണുമ്പോൾ അയാളോട് ഒരു എന്താ പറയാ, അയാൾ ഒന്നും അല്ല, നമ്മളാണ് വലിയ ആള് എന്നുള്ളൊരു ഭാവം തോന്നുന്നവരോട് ഭഗവാൻ എന്തെങ്കിലും കടാക്ഷം ഭഗവാൻ കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കില്ല. അത് പരമമായിട്ടുള്ള സത്യമാണ്. നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല. മനസ്സിലായോ? ചിലര് ഭയങ്കര സന്യാസിമാരായിട്ട് ഭയങ്കര ഇതായിട്ട് ഒരുപാട് എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് മറ്റുള്ള ചെറിയ ഭക്തി ചെയ്യുന്നവരെ കാണുമ്പോൾ പോലും അവർക്ക് അവരോട് ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ മനോഭാവം ഉണ്ടാവും. എന്നിട്ട് ഇവരെ നമ്മുടെ സേവയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള ചിന്തയുണ്ടാവും. എന്നിട്ട് അവര് മാക്സിമം ഇവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ രീതിയിൽ ചെയ്യും, പല കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് ഇവർക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാം, ഇങ്ങനെ ഒരു സ്ഥാനം. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ ഭക്തി ചെയ്യുന്നവരാണോ ഇവർക്കുള്ള സ്ഥാനങ്ങൾ കൊടുക്കുന്നത്? ഇപ്പൊ എനിക്കുള്ള സ്ഥാനം തരുന്നത് ഈ ഭക്തി ചെയ്യുന്ന ഒരു ഭക്തനാണോ, അല്ലെങ്കിൽ ഒരു ഗുരു ആണോ എനിക്കുള്ള സ്ഥാനം തരുന്നത്? ഒരിക്കലും അല്ല. ഗുരു എന്ന് പറയുന്നത് എപ്പോഴും ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അതാണ് നമ്മുടെ പ്രധാന ഗുരു എന്ന് പറയുന്നത്. പിന്നെ ബാക്കി വരുന്ന ഈ ഭൂമിയിൽ വന്ന് ജനിച്ചിട്ടുള്ള ഗുരുക്കന്മാരെന്ന് പറയുന്ന എല്ലാം ഭഗവാന്റെ സ്വരൂപത്തിൽ നിന്ന് വന്ന ഗുരുക്കന്മാരാണെന്നാണ് പറയുന്നത്.
എന്നാൽ തന്നെയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരാണ്. ഇവരുടെ താഴെ നിൽക്കുന്ന ഗുരുക്കന്മാരാണ് നമ്മൾ ഈ പറയുന്ന ആരായാലും ശരി. അത് വിവേകാനന്ദ സ്വാമി ആയിക്കോട്ടെ, നാരായണ ഗുരു സ്വാമി ആയിക്കോട്ടെ, ചട്ടമ്പി സ്വാമി ആയിക്കോട്ടെ, ഈ പറയുന്ന പ്രഭുപാദർ, അങ്ങനെയൊക്കെയുള്ള സ്വാമിമാരായിക്കോട്ടെ, എല്ലാം ഈ ഭഗവാനിൽ നിന്ന് അവർ വന്നിട്ടുള്ള അവതാരങ്ങളാണ്, അല്ലെങ്കിൽ അവർ ഗുരുക്കന്മാരായിട്ട് വന്ന് ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരാണെന്നാണ്. പക്ഷെ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടേ നമ്മൾ മനസ്സിൽ നമ്മുടെ അച്ചാമ്മയായാലും നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലുള്ളവരായാലും എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന ഗുരു എന്ന് പറയുന്ന ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ, ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആരെയും ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാനോ, ആരെയും ആർക്കും ഇന്ന ആള് ഇന്ന ലെവലിലാണ് നിൽക്കുന്ന, അവരുടെ ഒരു ലെവൽ ആയിരിക്കില്ല നമ്മൾ. ചിലപ്പോൾ അവർ ചിലപ്പോൾ ഉയർന്നൊരു ഭക്തരായിരിക്കാം, അവർ ചിലപ്പോൾ ഭയങ്കര ഭഗവാനിൽ മാത്രം വിശ്വസിച്ച്, ഭഗവാനെ മാത്രം ആരാധിച്ച്, ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ലോകത്ത് മാത്രം എത്തണമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരായിരിക്കാം. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരങ്ങനെ ഭക്തി ചെയ്യുന്നത്, അത് അവരുടെ കാര്യം, അവർ ചെയ്തോട്ടെ. നമ്മളും അവരോടൊപ്പം എത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പക്ഷെ ഒരിക്കലും അങ്ങനെ ഭക്തി ചെയ്യുന്നവർ, അത്രയും ഉയർന്ന തലത്തിൽ ചിന്തിച്ച് ഭക്തി ചെയ്യുന്ന ചിലരുണ്ട്, അവരൊരിക്കലും മനസ്സിൽ അങ്ങനെയുള്ള എന്താ പറയാ, മറ്റുള്ളവരോട് ആ ഒരു എന്താ പറയാ, അതിന് അസൂയ എന്ന് മാത്രം പറയാൻ കഴിയില്ല. ഒരു എന്താ പറയാ, അവരൊന്നും അല്ല, അവരൊക്കെ വെറും തൃണങ്ങളാണ്, അല്ലെങ്കിൽ അവരൊന്നും ഭക്തിയിലൊട്ടും ഉയർന്നവരല്ല, അവരൊന്നും ഭക്തരല്ല, അവരാരും അല്ല, നമ്മൾ മാത്രമാണ് എല്ലാം, നമ്മൾ മാത്രമാണ് നല്ലവർ എന്ന് കരുതുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഭക്തി, അല്ലെങ്കിൽ ഞാനാണ് വലുത്, ഞാൻ വിചാരിച്ച എന്തും നടക്കാം, ഞാൻ വിചാരിച്ച ഇവനെ കൊരങ്ങനാക്കി മാറ്റാം, അല്ലെങ്കിൽ കൊരങ്ങിയാക്കി മാറ്റാൻ പറ്റും, ഇവനെ വേറെ ഏതെങ്കിലും ലോകത്ത് കൊണ്ടിടാൻ പറ്റും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന പറഞ്ഞാൽ അത് ശുദ്ധ പൊട്ടത്തരമാണ്. അവരൊരിക്കലും ഭക്തരല്ല. മനസ്സിലായോ? അവര് ഭക്തി ഉണ്ട്, അവര് ശരിയാണ്, അവര് ഒരുപാട് എന്താ പറയാ, വേറെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല, അവര് വെജിറ്റേറിയൻ ഫുഡ്സ് കഴിക്കുന്നവരാണ്, അവര് വെളുപ്പിനെ എണീക്കുന്നവരാണ്, അവര് 24 hours ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, അവര് സന്യാസിമാരാണ്. ഓക്കെ, ഇതെല്ലാം ആണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും അവരുടെ മനസ്സിലെ ചില കാര്യങ്ങൾ അവർ കാണുമ്പോൾ, അറിയുമ്പോൾ, മറ്റുള്ളവരെ കാണുമ്പോൾ എന്തെങ്കിലും അവരുടെ മനസ്സിൽ ചെറിയ ഒരു എന്താ പറയുക, ഒരു കരട് വന്നു കഴിഞ്ഞാൽ തന്നെയും അവരെ നമുക്കൊരിക്കലും ഭഗവത് ഭക്തരാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മനസ്സിലായോ? അവരെ നമുക്കൊരിക്കലും ഭക്തരെന്ന് പറയാൻ സാധിക്കുകയില്ല, അവരെ നമുക്കൊരിക്കലും ഭക്തിയിലോട്ട് കൊണ്ടുവരാനും അവരെ നമുക്ക് ഭക്തരായി കണക്കുകൂട്ടാനേ സാധിക്കുകയില്ല. പിന്നെ അവർ ഇത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക, ഇത്രയും കഷ്ടപ്പെട്ട് ഭക്തി ചെയ്തതൊക്കെ വെറുതെ ആവും, അതിലൊരു കാര്യമില്ലതാവും. മനസ്സിലാവും? അതുകൊണ്ട് എപ്പോഴും എത്ര വലിയ ഭക്തിയിൽ നിൽക്കുന്നവരാണെങ്കിലും ശരി തന്നെ, എന്താ പറയാ, ഭഗവത് സാക്ഷാത്കാരം ആഗ്രഹിക്കണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിലും ശരി തന്നെ, അവരുടെ മനസ്സ് എന്ന് പറയുന്നത് അത്രയും പ്യൂറാക്കി വെക്കുക, 100% അത് പ്യൂറാക്കി വെക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ ദൈവങ്ങളെ, എല്ലാ ദേവീദേവന്മാരെ ഒരുപോലെ കാണാൻ പഠിക്കുക, ഒരുപോലെ അതിൽ വിശ്വസിക്കുക, അതുപോലെ ഭഗവാനെ അത്രയും സ്നേഹിക്കുക, ഭഗവാനെ അത്രയും മുറുകെ പിടിക്കുക, അത്രയും സ്നേഹിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇവരാണ് യഥാർത്ഥ ഭക്തരെന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴാണ്, അവിടെയാണ് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുന്നത്. ഇപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കിങ്ങനെ, എനിക്ക് ഭഗവാന്റെ ഗോപിക ആവണം, എനിക്ക് ഗോപിക ആയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. മനസ്സിലായോ? ഈ ഗോപിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ, ഭഗവാന്റെ ഗോപികയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ കഥ അറിഞ്ഞുകൂടാ, മുനിമാർ അവർ എത്രയോ വർഷക്കാലങ്ങളോളം എന്താ പറയുക, ഇങ്ങനെ തല കുത്തനെ കിടന്ന് ഭഗവാന്റെ നാമം പറഞ്ഞ് ശ്രീകൃഷ്ണ നാമം പറഞ്ഞ് അങ്ങനെ ഒരുപാട് പരിശുദ്ധിയിൽ വന്ന് അവരുടെ മനസ്സിൽ ഒന്നുമില്ല, ഭഗവാന്റെ ഓടക്കുഴല് പോലെ അവരുടെ ഹൃദയം പൊള്ളയായി, ഒന്നുമില്ല, അവർക്ക് വേറെ ഒരു ചിന്തയില്ല, ഭഗവാന്റെ മാത്രം ചിന്തയിൽ മുഴുകി, ഭഗവാന്റെ നാമം മാത്രം പറഞ്ഞ് അവരങ്ങനെ ആ വർഷങ്ങളൊന്നല്ല, യുഗാന്തരങ്ങളോളം ഭഗവാനെ പ്രാർത്ഥിച്ചാണ് അവർക്ക് ആ ഗോപികാ ഭാവത്തിലേക്ക് എത്താൻ സാധിച്ചത്.
മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭഗവാനോട് അങ്ങനെ ഭക്തി വെക്കുന്ന ആരായാലും ശരി തന്നെ ഒരിക്കലും നമുക്ക് ഇന്ന സ്ഥാനം വേണം, ഇന്ന സ്ഥാനം വേണം, ഇന്ന സ്ഥാനം വേണം എന്ന് പറയാൻ പാടില്ല. അത് ഭഗവാനാണ് നമുക്ക് തരുന്നത്, ഭഗവതിയാണ് നമുക്ക് തരുന്ന അങ്ങനെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. നമുക്ക് ദേവിയുടെ കൂടെ നിന്നൊരു സേവ ചെയ്യാനാണോ നമുക്ക് അവസരം കിട്ടുന്നത്, നമ്മളത് ചെയ്യുക. മനസ്സിലായോ? ആദ്യമേ നമുക്ക് കിട്ടുന്ന ദേവിയുടെ കൂടെ നിന്ന് നമുക്ക് ദേവിയെ യുദ്ധത്തിൽ സഹായിക്കാനാണോ അല്ലെങ്കിൽ ദേവിക്ക് എന്തെങ്കിലും സേവ ചെയ്യാനാണോ നമ്മളത് ചെയ്യുക. അതല്ല ഇനി കൈലാസത്തിൽ പോയിട്ട് ശിവഭഗവാന്റെ കൂടെ നിന്ന് സേവ ചെയ്യാനാണോ നമ്മളത് അത് ഓക്കെ, നമ്മളതിന് സമ്മതിക്കുക. ഇല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ലോകങ്ങളിൽ പോയിട്ട് നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണോ ഭഗവാൻ പറയുന്നത്, അത് നമ്മൾ ചെയ്യുക. ഭഗവാൻ തരുന്ന ഏത് കാര്യവും നമ്മൾ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ഭക്തരെന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് ഇന്ന സ്ഥലത്ത് തന്നെ ആദ്യമേ തന്നെ ഞാൻ വലിയ ഭക്തനാണ്, എനിക്ക് ഇന്നടുത്ത് തന്നെ വൃന്ദാവനത്തിൽ തന്നെ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നടുത്ത് തന്നെ പോയി ഭഗവാന്റെ ഇതായിട്ട് തന്നെ നിൽക്കണം, ഭഗവാന്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നത് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പം ഞാനായാലും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെ എനിക്ക് ഭഗവാന്റെ അടുത്ത് തന്നെ നിൽക്കാൻ പറ്റണം, എനിക്ക് ഭഗവാന്റെ ഗോപികയാവണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഞാനിങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. അവിടേക്ക് എത്തണമെങ്കിൽ നമ്മളൊക്കെ എന്താ പറയുക, അത്രയും പുണ്യം ചെയ്തിരിക്കണം, അത്രയും നമ്മൾ പ്യുവർ ആവണം. ഒരു ഭഗവാന്റെ ഓടക്കുഴൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഓടക്കുഴലിലെ ഇതുപോലെ നമ്മൾ പൊള്ളയാവണം. മനസ്സിലായോ? അപ്പം അതിന് ഈ പറഞ്ഞ ഈ ഋഷിവര്യന്മാർ അന്ന് എന്താണ് ചെയ്തത്, അവര് തല കീഴായിട്ട് യുഗാന്തരങ്ങളോളം തല കീഴായിട്ട് കിടന്ന് ഭഗവത് നാമം പറഞ്ഞാണ് ഭഗവാന്റെ മാത്രം ചിന്തയുണ്ടായി. അവരുടെ മനസ്സിൽ മറ്റുള്ള ഒരു ദുഷിച്ച ചിന്തകളും ഒരു തരത്തിലുള്ള ചിന്തകളും ഉണ്ടാവാതെ അവർ ഭഗവത് നാമങ്ങൾ പറഞ്ഞാണ് ആ ഭഗവാന്റെ ആ ഗോപികാഭാവത്തിലേക്ക് അവർ എത്തിയത്. ഭഗവാൻ അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഭഗവാൻ നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അതിൽ നമ്മൾ സമാധാനിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ പൊട്ടത്തരങ്ങൾ പറയാറുണ്ട്. ഞാൻ പറയാം എനിക്ക് അടുത്ത ജന്മം ആണായിട്ട് തന്നെ ജനിക്കണം, ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. ആഗ്രഹമല്ലെന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത മനുഷ്യരില്ല. നമ്മളൊക്കെ ഭക്തിയിലൊന്നും അത്രയൊന്നും ഉയർന്നിട്ടില്ല. അപ്പൊ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറയും എനിക്ക് അടുത്ത ജന്മം ഒരു സുന്ദരനായിട്ടുള്ളൊരു ആൺകുട്ടിയായിട്ട് ജനിക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാലും അത് തീരുമാനിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. മനസ്സിലായത്? നമുക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എത്ര വലിയ ഗുരുക്കന്മാരാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, നമ്മളൊക്കെ എന്താ പറയുക, മെഡിറ്റേഷൻ യോഗാസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും വലിയ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും ശരി തന്നെ, നമ്മളൊക്കെ ഇപ്പോഴും ഭൂമിയിൽ തന്നെയാണുള്ളത്. സാധാരണ മനുഷ്യർ തന്നെയാണ് നമ്മൾ. ആ ഭഗവാനുള്ള ഉയരാനുള്ള ഇതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ സിദ്ധിയുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ, നല്ല നല്ല ഗുരുക്കന്മാർ, നല്ല ഹൃദയമുള്ള ഗുരുക്കന്മാരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അവര് എപ്പോഴും ആ ഭഗവത് ചിന്തയിൽ മുഴുകി ജീവിക്കുന്നവരായിരിക്കും, വലിയ ഭക്തരായിരിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പലതും ഇവിടെ നടത്താൻ പറ്റും എന്നുള്ള ഒരു ഇത് ഉണ്ടാവാൻ പാടില്ല. ചിലർ ബ്ലാക്ക് മാജിക്കുകളും പല കാര്യങ്ങളും ചെയ്ത് പല കാര്യങ്ങളും നടത്താറുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ അവരുടെ ശക്തി ഉപയോഗിച്ച്, അവരുടെ ശക്തി വിനിയോഗിച്ച് അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാതെ ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നവർ പലരും ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പലരും അവരുടെ പ്രാർത്ഥനയുടെ ആ ഒരു ശക്തി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പല കാര്യങ്ങൾ നേടിയെടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും ഒരിക്കലും ഭഗവാൻ കൂട്ടു നിൽക്കില്ല. എപ്പോഴും സത്യം ധർമ്മം മാത്രമേ ജയിക്കുകയുള്ളൂ. അത് ശ്രീകൃഷ്ണ ഭഗവാനായാലും ശ്രീ പരമേശ്വരനായാലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചവരെ ഇങ്ങനെ ആക്കി മാറ്റാൻ പറ്റും, അവരെങ്ങനെ ആക്കി മാറ്റാൻ പറ്റും, നമ്മളെ എങ്ങനെ പറയുന്നുണ്ട് അവരെങ്ങനെ ചെയ്യാൻ പറ്റും, അവരങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഇതിപ്പം ഞാൻ എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിലും അത് എല്ലാവരും ഭക്തിയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ടും ഭഗവാനോട് ആ സത്യസന്ധമായിട്ടുള്ള ആ പ്രേമരൂപത്തിലുള്ള ആ ഭക്തി എല്ലാവരിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടുമാണ് ഞാനിത് പറയുന്നത്. പ്രേമരൂപം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന സാധാരണ പ്രേമമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന, ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം. മനസ്സിലായോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ സാധാ ഭൗതികതയെ കാണുന്ന പോലെ ഐസ്ക്രീമും കഴിച്ച് കറങ്ങി നടക്കുന്ന പ്രണയമല്ല, ആ പ്രേമമല്ല ഉദ്ദേശിച്ചത്. അത് മനസ്സിലാക്കുക. പ്രേമം എന്ന് പറയുന്നത് നമ്മുടെ ആ ആത്മാവിൽ നിന്ന് വരുന്ന ആ ഭഗവാനോടുള്ള എന്താ പറയുക, ആ പരിശുദ്ധമായിട്ടുള്ള സ്നേഹം അത് ഉണ്ടാക്കി കൊണ്ടുവരാന്നുള്ളതാണ്. ആ ഒരു ഭക്തി
ഇതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നാമം ജപിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നാമം ജപിച്ചാലും കുഴപ്പമില്ല, നാമം ജപിച്ചില്ല. പിന്നെ എല്ലാവരും പറയുന്ന കലികാലത്തിൽ നാമം ജപിക്കണം എന്നാണ് പറയുന്നത്. അന്ന് ഞാനിപ്പോൾ ജപിക്കുന്ന രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം 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 രാധേ രാധേ അത് ഇടയ്ക്കിടയ്ക്ക് ജപിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ആരും വലുതല്ല, ആരും ചെറുതുമല്ല. ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. നമുക്ക് എവിടെയാണോ ഭഗവാൻ ഒരു വിധി വിധിച്ചിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും വിചാരിച്ചെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും മാറ്റാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്യാനോ ഒന്നും ആർക്കും സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റായ രീതിയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് നിർത്തുക. എന്നിട്ട് ആ സത്യസന്ധമായിട്ടുള്ള നേരായ വഴിയിലേക്ക് വരിക, നേരായ വഴിയിലേക്ക് സഞ്ചരിക്കുക, ആ ഭഗവാനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും നല്ലത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇനി ദുഷ്ടരായിട്ടുള്ളവരാണെങ്കിൽ അവരും അവരുടെ ദുഷ്ടതകളൊക്കെ മാറ്റിയിട്ട് ഭഗവാനിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനിതിപ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ ചിലരൊക്കെ എന്നോട് ദേഷ്യം തോന്നാറുണ്ട്. ചിലർ വിചാരിക്കും ഇവൾ നമ്മളെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നിങ്ങളെ ആരെയും വിരോധപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്തരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാനിത് പറയുന്നത്. അവര് പൂർണ്ണമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ആ പരിശുദ്ധിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ വന്നാൽ മാത്രമേ അവര് ഈ കഷ്ടപ്പെടുന്നതിനും ഈ ബുദ്ധിമുട്ടുന്നതിനും ഒക്കെയുള്ള ഫലം അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അവരാ കറക്റ്റായിട്ടുള്ള ട്രാക്കിലേക്ക് വരിക, ആ ഭഗവാനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ആരോടും എന്താ പറയുക പേഴ്സണലായിട്ടൊരു വിരോധം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിരിപ്പ് തുറന്നു പറഞ്ഞിട്ട് എനിക്ക് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളുക, വിശ്വസിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് ഞാൻ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഈ ഒരു അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്നായാലും ഇന്നായാലും എന്നായാലും ഇനി പറയുകയുള്ളൂ. അത് ഭഗവാനും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാവരും മനസ്സിലാക്കുക. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേവാ പ്രകൃതി സ്വഭാവ കരോമേഖൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര. ഇനി നമുക്ക് ആരൊക്കെയാ വന്നിട്ടില്ലേ എന്ന് നോക്കാം കേട്ടോ. ധനേഷ്, ധനു, മിഥുൻ രാജ്, മിസ്റ്റർ സ്പാർക്ക്, ആദിത്യൻ, അശ്വതി, സുശാന്ത്, സൂര്യൻ, സൂര്യ, മുത്തു, സനൽ, സൊളങ്കി, ഇത്രയും പേരാണെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ പാർവതി കോപം എന്നുള്ളൊരു ഭാഗമാണ് വായിക്കാനുള്ളത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വായിക്കാം. മിസ്റ്റർ ടർബോ എന്ന് പറഞ്ഞൊരു ആളും കൂടി വന്നിട്ടുണ്ട്, ഒരു കുട്ടിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വായിക്കാം സ്കന്ദപുരാണം. അതുവരേക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക, നന്നായിട്ടൊക്കെ ഇരിക്കുക. ഹര ഹര മഹാദേവ, ഹര ഹരോ ഹര ഹര.